പെന്തക്കോസ്തിയിലുള്ള ഈശോയുടെ സാന്നിധ്യം കാണണമെങ്കിൽ, തിരുസഭയിലുള്ള ഉദ്ധിതനായ ഈശോയുടെ മുഖം കാണണമെങ്കിൽ എനിക്ക് വിശുദ്ധി വേണം. വിശുദ്ധിയില്ലാതെ കാണാൻ പറ്റത്തില്ല. ചില സുവിശേഷ പ്രഘോഷണങ്ങളൊക്കെ പൈസാശക്തി നടത്തുന്ന സുവിശേഷ പ്രഘോഷണങ്ങളൊന്നും ലോകത്തുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ പൈസാശക്തിയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശുദ്ധി. വിശുദ്ധി ഇല്ലെങ്കിൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്നത് വേറൊരു കണ്ണുകൊണ്ട് അത് കാണും. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരമെത്തി ഒറ്റ വിളി, യേശുവേ. അതുകൊണ്ടാണ് ഈശോ സഹനമൊക്കെ തരുന്നതിന് വിശുദ്ധി കൂട്ടാൻ വേണ്ടിയാണ് ഒരാൾക്ക് സഹനം കൊടുക്കുന്നവർ. 1 പത്രോസ് 4:1-2. 1 പത്രോസ് 4:1. അല്ല, ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശബ്ദം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ പീഡനമേറ്റ യേശു ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിൽ പീഡനമേറ്റവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. ശരിക്കും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി അദ്ദേഹം നമുക്ക് രോഗങ്ങളൊക്കെ തരും. ഈ സഹനം തരും. ഈ സഹനം തരും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി. പലർക്കും അത് അറിഞ്ഞുകൂടാ. അവിടെ നമ്മൾ പോയി മരുന്ന് മേടിക്കും. മരുന്ന് മേടിക്കണം, മരുന്ന് മേടിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മരുന്നൊക്കെ മേടിച്ചു. പക്ഷേ സഹനം എന്നത് അതിൻ്റെ കൂടപ്പുറപ്പായിട്ട് വരുമ്പോൾ അത് കൃപയാണ്. സഹനം കൃപയാണ്. അതാണ് യെശയ്യാ 48:10 പറയുന്നുണ്ട്. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, സ്വർണ്ണം അഗ്നിയിലൂടെ എന്ന പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. അത് എനിക്ക് വേണ്ടി മാത്രം. കഷ്ടതയുടെ ചൂളയിൽ ഞാൻ നിന്നെ വിശുദ്ധീകരിക്കുന്ന. ധ്യാനം കഴിയുമ്പോൾ നമുക്ക് സഹനം വരാണ്, പേടിക്കരുത്. കാരണം നിങ്ങൾക്ക് വെളിപാടിലേക്ക് വരാൻ പോകും. കാരണം നിങ്ങളെ വിശുദ്ധീകരിച്ചു തുടങ്ങിയ രക്ഷപ്പെട്ടു. കാരണം വിശുദ്ധീകരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടനെ സത്യം നിങ്ങൾക്ക് കാണാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും, ഈ രഹസ്യങ്ങൾ അറിയാൻ പറ്റും. ഹല്ലേലൂയ. അതാണ് ലൂക്ക 8:10 പറയും, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കായിട്ട് ഉപമകളിലൂടെ നൽകപ്പെടും. അതുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന പോലെ അഴിയണം. നമ്മൾ ആശുദ്ധിയൊക്കെ പോകണം, മദ്യപാനമൊക്കെ നിർത്തണം, പുകവലിയൊക്കെ നിർത്തണം. നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ ഫോൺ വിളിച്ച് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാം. തെറ്റായ കൂട്ടുകൾ, പൈശാചിക ശക്തികളുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടിയാൽ ഉറപ്പാണ് നമുക്ക് തകർച്ചകൾ കൂടിക്കൊണ്ടിരിക്കും.